സിനിമ തിരക്കഥകൾ എത്ര എണ്ണമാണ് എഴുതിയത്? ഞാൻ ഒരു 12 സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 12. 12 അല്ലേ? ഇതൊരു പഴയകാല ഓർമ്മ പോലെയാണ് ഇപ്പോൾ. ഏറ്റവും ഒടുവിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ ഭരത് ഗോപി സംവിധാനം ചെയ്ത സിനിമയാണ്. ഗോപിച്ചേട്ടനും ഞാനും കൂടെ ചെയ്ത ആ സിനിമയാണ് എൻ്റെ ഒടുവിലത്തെ സിനിമ. ഞാനിനി ഏറ്റവും പ്രശസ്തിയിലേക്ക് ഞാൻ വരികയാണ്. സങ്കീർത്തനം പോലെ. ഒരു സങ്കീർത്തനം പോലെ. അത് ഞാൻ ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ എന്തെങ്കിലും ഇത് നമ്മുടെ മരിച്ചുപോയ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന് മേടിച്ചാണോ വേണുനാഗവള്ളി? അദ്ദേഹം ഇത് സിനിമയാക്കാൻ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇല്ല. ഒരു സങ്കീർത്തനം പോലെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഏതാണ്ട് ഒരു 10-14 സംവിധായകന്മാർ സിനിമയാക്കാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ആലോചന ഉണ്ട് താനും. എന്തുകൊണ്ടോ നടന്നില്ല. ചിലത് എൻ്റെ ചില ആഗ്രഹങ്ങൾ കൊണ്ടായിരിക്കും, മറ്റ് ചില കാരണങ്ങൾ കൊണ്ട്. ഒന്നാമത് ഇത് വിദേശത്ത് വെച്ച് നടക്കുന്നത്, റഷ്യയിൽ വെച്ച് നടക്കുന്ന ഒരു കഥയാണ്. അത് അവിടെ പോയി ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ. ഇന്നിപ്പോൾ അത് വലിയ പ്രശ്നമൊന്നും അല്ലാന്ന് തോന്നുന്നു. എങ്കിലും അങ്ങനെ ഏതൊക്കെയോ കാരണങ്ങളാൽ അത് അങ്ങനെ നീണ്ടു പോകുന്നു. അല്ല, ഇത് അതിൻ്റെ തുടക്കത്തിലേക്കൊന്ന് തിരിച്ചു വരാം. എങ്ങനെയാണ് അങ്ങനെ ഒരു കഥ എഴുതാനുള്ള ഒരു പ്രചോദനം എവിടെ നിന്നാണ് അതുണ്ടായത്? അത് എൻ്റെ വായനയിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് 16-17 വയസ്സുള്ള കാലത്ത് പെരുമ്പടവത്ത് എൻ്റെ വീട്ടിലിരുന്നാണ് ഞാൻ ദസ്തയേവ്സ്കിയുടെ കുറ്റയും ശിക്ഷയും എന്ന നോവൽ വായിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ പുസ്തകം അന്ന് ലൈബ്രറി ഒന്നുമില്ല. ആരോ ഒരാളുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടെന്ന് അറിഞ്ഞ് പോയി കടമ മേടിച്ച് കൊണ്ട് വായിച്ചതാണ്. ഒരു രാത്രി വായിച്ചിട്ട് പിറ്റേ ദിവസം തിരിച്ചു കൊടുക്കണം. പക്ഷേ രാത്രി ഇരുന്ന് വായിക്കാൻ തുടങ്ങിയിട്ട് നേരം വെളുത്തുവെന്ന് ഞാൻ അറിയുന്നില്ല. ആ രാത്രിയെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ നോവൽ വായിച്ച് തീർക്കുകയായിരുന്നു. പക്ഷേ കുറ്റവും ശിക്ഷയും വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ ഇളകി മറിയാൻ തുടങ്ങി. ആ കഥാപാത്രങ്ങൾ, ഇപ്പോൾ റസ്കോൾനിക്കോഫ്, സോനിയ തുടങ്ങിയുള്ള കഥാപാത്രങ്ങളൊക്കെ എൻ്റെ രാത്രി സ്വപ്നങ്ങളിൽ എന്നെ വന്ന് അലട്ടാൻ തുടങ്ങി. അത്രയ്ക്ക് എന്നെ എനിക്കൊരു വലിയ അനുഭവമായി തീർന്നത്. അതിനുശേഷം ഞാൻ ദസ്തയേവ്സ്കിയുടെ പുസ്തകങ്ങൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ പെരുമ്പടവത്തിരുന്ന് ദസ്തയേവ്സ്കിയുടെ പുസ്തകം അന്വേഷിക്കാൻ പോയാൽ നടക്കുന്ന കാര്യമല്ല. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി സംബന്ധമായിട്ട് മദ്രാസിൽ പോയിരുന്നു. ഒരു 2 വർഷം ഞാൻ മദ്രാസിലുണ്ടായിരുന്നു. ആ കാലത്ത് മദ്രാസ് പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ് ധാരാളം പത്രപ്രവർത്തനം. അവിടെ പോയിക്കുമ്പോഴാണ് ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ എനിക്ക് കിട്ടിയത്. അങ്ങനെ വായിച്ച് വന്ന് എനിക്ക് ഈ ദസ്തയേവ്സ്കി എന്ന് പറഞ്ഞ ഒരു ഭ്രാന്തായി തീർന്നു. എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇതെല്ലാം എൻ്റെ മനസ്സിലേക്ക് വരും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദസ്തയേവ്സ്കിയുടെ ഭാര്യ അന്ന എഴുതിയൊരു ഓർമ്മക്കുറിപ്പുകൾ വായിച്ചു. അത് വേറെ ഒരു ആംഗിളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കാണാൻ എനിക്ക് ഒരു പ്രേരണ തന്നു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ തോന്നി, അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഏത് കഥാപാത്രത്തെക്കാളും മിഴിവുള്ളൊരു കഥാപാത്രമാണ് ദസ്തയേവ്സ്കി. അദ്ദേഹം തന്നെ. അപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തെ കഥാപാത്രമാക്കി അദ്ദേഹത്തിൻ്റെ ജീവിതം ആവിഷ്കരിച്ചാലും തോന്നി. ഒരു അഹങ്കാരമാണ്, ഒരഹങ്കാരമെന്ന് പറയാം, അങ്ങനെയൊന്നും പാടില്ലാത്തതാണ്. എങ്കിലും അത് ചെയ്തു. എഴുതാൻ തുടങ്ങുമ്പോൾ തൊട്ടേ എൻ്റെ സ്വസ്ഥത മുഴുവൻ നശിച്ചു. എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ. അത് പലയിടത്തായിരുന്നു. തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എഴുതാൻ തുടങ്ങി. അത് സംഗതി ശരിയാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടയത്ത് പോയി ഒരു ഹോട്ടലിൽ താമസിച്ച് കുറേ എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർക്ക് പോയി. അന്ന് ഞാൻ സാഹിത്യ അക്കാദമിയുടെ മെമ്പറായിരുന്നു, ഞാൻ കൗൺസിൽ മെമ്പറായിരുന്നു. അവിടെ തൃശ്ശൂരിൽ പോയിരുന്നു കുറേ എഴുതി. അപ്പോഴത്തേക്കും ഇതെഴുതാൻ തന്നെ നിർബന്ധിച്ച പത്രക്കാരെ എന്നെ ലഹള കൂട്ടി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങളിങ്ങനെ ലഹള കൂട്ടിയിട്ട് കാര്യമില്ല, ഇത് ഞാൻ തന്നെ പോരാ, ഞാൻ തന്നെ ഇരുന്ന ഈ നോവൽ പൂർത്തിയാകില്ല. ഒരു തമാശന് പറഞ്ഞതാണ്, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതെന്താ പിന്നെ ഈ നോവൽ എഴുതണമെങ്കിൽ 3 പേര് വേണം. അത് 2 പേർക്ക് ഭയങ്കര തിരക്കില്ലാത്ത ആൾ ഞാനാണ്. അതെന്താ? അല്ല, ഇത് എഴുതണമെങ്കിൽ ദസ്തയേവ്സ്കിയും ദൈവവും ഞാനും വേണം. ഈ ദസ്തയേവ്സ്കിക്കും ദൈവത്തിനും വലിയ തിരക്കാണ്, എനിക്ക് മാത്രം തിരക്കില്ല. പക്ഷെ അവരും കൂടെ കൂടിയിരുന്നാലേ ഇത് എഴുതാൻ പറ്റുള്ളൂ എന്ന് തമാശയായിട്ട് ഞാൻ പറഞ്ഞു. അവരത് തന്നെ പരസ്യമാക്കി. ദസ്തയേവ്സ്കിയും ദൈവവും പെരുമ്പടവം സ്വീകരണം കൂടി നോവൽ എഴുതുന്നു പറഞ്ഞ് പരസ്യമാക്കി. അപ്പോൾ അത് അങ്ങനെ ഒരു യാദൃശ്ചികമായി സംഭവിച്ചതാണ്. എങ്കിലും എഴുതി കഴിഞ്ഞ് അതൊരു ദീപിക പത്രത്തിൻ്റെ വാർഷിക പതിപ്പിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇത് പ്രസിദ്ധീകരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടേ വലിയ ഒരു തരംഗം അതുണ്ടാക്കി നമ്മുടെ ഭാഷയിൽ. അത് കഴിഞ്ഞിട്ട് പുസ്തകമാക്കി വന്നു. പുസ്തകം അച്ചടിച്ചപ്പോൾ ഒരു 1000 കോപ്പി അച്ചടിച്ചാൽ അന്ന് 5-6 വർഷം കൊണ്ട് വിറ്റ് തീരുള്ളൂ. നമ്മുടെ ഒരു അവസ്ഥ അതായിരുന്നു. പക്ഷേ ഇതൊരു 3000 കോപ്പി അടിച്ചിട്ട് 2 മാസം കൊണ്ട് ഇത് മുഴുവൻ വിറ്റ് തീർന്നു.
അങ്ങനെ പിന്നെ പതിപ്പുകൾക്ക് പിന്നാലെ പതിപ്പുകൾ ഇങ്ങ് വരാൻ തുടങ്ങി. ഇതൊരു അത് ഒരു പഴയ ശൈലി ഉപയോഗിച്ച് പറഞ്ഞാൽ വായനയിലൊരു പുതിയ തരംഗം അത് സൃഷ്ടിച്ചു. ഏറ്റവും വിനയപൂർവ്വം ഒരു അവകാശവാദം എനിക്കുള്ളത്, നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന വായനയെ ഈ നോവൽ തിരിച്ചു കൊണ്ടുവന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന റെക്കോർഡ് നമ്മുടെ ചങ്ങമ്പുഴയുടെ രമണനാണ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞതെന്നുള്ളതാണ്. അതിനുശേഷം വരുന്നത് ഒരു സങ്കീർത്തനം പോലെയാണ്. മലയാളികൾ മുഴുവൻ അത് ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. ഒരു സങ്കീർത്തനം പോലെ അങ്ങനെ ഒരു വലിയ ഒരു വിസ്മയമായി തീർന്നു. കുടുംബത്തിനെ പറ്റി പറഞ്ഞില്ല. കുടുംബം, ഞാൻ ഇപ്പോൾ പെരുമ്പടവത്താണ് ജനിച്ചു വളർന്നത്. ആ ഗ്രാമത്തിൽ നിന്ന് ഞാൻ പല സ്ഥലങ്ങളിൽ കറങ്ങി ഒടുവിൽ ഏതാണ്ട് 1964 ഒടുവിൽ തിരുവനന്തപുരത്ത് വന്നു. അന്ന് മുതൽ തിരുവനന്തപുരത്താണ്. എനിക്ക് ഭാര്യയും 4 മക്കളുമുണ്ട്. മൂത്തത് 3 പെൺകുട്ടികൾ, അവർ വിവാഹം കഴിച്ചു. മകൻ വിവാഹം കഴിച്ചു. അവരൊക്കെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു. ഞാനും ഭാര്യയും തമലത്താണ് എൻ്റെ വീട്. തമലത്ത് വീട്ടിലുണ്ട്. വിവാഹമായിരുന്നു? ആ, ഏകദേശം അങ്ങനെ. അത് അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കുക, അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതം പറയാറായിട്ടില്ല. അത് ഞാൻ പറയാം. ഇപ്പം അത് പറയാൻ പറ്റില്ല. ഇപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വലിയ കുഴപ്പം. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ട അതൊരു എപ്പിസോഡ് ഉണ്ടല്ലേ? എപ്പിസോഡ് നമുക്കത് പറയാൻ പിന്നീട് സമയമായിട്ടുണ്ടല്ലോ. ഞാനിപ്പോഴും ചെറുപ്പം തന്നെയല്ലേ. അല്ല, അത് അങ്ങനെ പ്രായത്തിന് ഇതാക്കിയിട്ടല്ല പറഞ്ഞത്. പക്ഷെ എന്നാലും അല്ല, പറയാൻ സമയം ഇനി ബാക്കിയുണ്ടെന്നുള്ള അല്പമെങ്കിലും എനിക്ക്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അത് കണ്ടുമുട്ടിയെന്നോ എങ്ങനെ? അത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് ഇപ്പം അങ്ങനെ വഴിയിലൊരു അന്നൊക്കെ ഈ അമ്പലങ്ങളിൽ ഉത്സവത്തിന് പോകും. അപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്, രാമമംഗലം എന്ന് പറഞ്ഞ്. ഷഡ്കാല ഗോവിന്ദമാരാരുടെ ഗ്രാമമാണത്. അനുഗ്രഹീതമായ ഒരു ഗ്രാമമാണത്. അവിടെ അടുത്ത ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് ഈ പെൺകുട്ടിയെ കാണുന്നത്. ഇപ്പോൾ പല പെൺകുട്ടികളെയും കാണുന്ന അങ്ങനെയും തോന്നാറില്ല. പക്ഷേ ഈ പെൺകുട്ടി ആ ഉത്സവമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോന്നിട്ട് ഈ പെൺകുട്ടി എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ പുറകെ തേടി ഇനി അതത്രയൊക്കെ മതി. എനിക്ക് ഇതാണ് കേൾക്കാൻ താല്പര്യം. അതെ, അല്ല, അതങ്ങനെ തന്നെ അതിൻ്റെ ത്രില്ലോട് കൂടി തന്നെ ഞങ്ങൾ അനുഭവിക്കാം. പക്ഷെ അതിൻ്റെയൊക്കെ ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. ഞാനും എൻ്റെ ഭാര്യയും അങ്ങനെയൊക്കെ എൻ്റെ കുടുംബവും അത് വളരെ അനുഭവിച്ചു. ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏത് നിമിഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വള്ളം മുങ്ങിപ്പോകുന്നതെന്നറിയാതെ പേടിച്ചു നിന്ന നിമിഷങ്ങളുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സുഖമായിട്ട് കഴിഞ്ഞു കൂടുന്നു. ഒരു പരാതിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തോന്നിയിട്ടില്ല. ഞാൻ ചെറിയൊരു ചോദ്യം പെട്ടെന്ന്, എപ്പോഴും ഞാൻ അങ്ങനെ കണ്ടാൽ ഈ വെള്ള വസ്ത്രത്തിലാണ്, അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണമില്ല. കളർ ഡ്രസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, അത് എന്നെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ച അധ്യാപകർ മുഴുവൻ ഇങ്ങനെ ഈ ശുഭ്രവേഷം ധരിച്ച് നടന്നവരാണ്. അങ്ങനെ എൻ്റെ ഗുരുനാഥന്മാരെക്കുറിച്ച് വലിയ ആദരവോടുകൂടിയാണ് ഓർമ്മിക്കുന്നത്. അവർ ഋഷിതുല്യരായ ഗുരുനാഥന്മാരുടെ കീഴിൽ ജീവിക്കാൻ കഴിഞ്ഞെന്നുള്ള. അപ്പോൾ അവരുടെ ഈ വെള്ളയും ഉടുത്ത് നടക്കുന്നത് കണ്ട് അങ്ങനെ ഒരു കൊതി, അതങ്ങ് ശീലിച്ചു. ഇപ്പോൾ എനിക്ക് വേറൊന്നും ഇടാൻ പറ്റുന്നില്ല. വേറെ ഉടുപ്പിട്ട് നോക്കുമ്പം, കണ്ണാടി നോക്കുമ്പം വേറെ ആരോ ആണ് നിൽക്കുന്നതെന്ന് തോന്നും. ഞാനെല്ലാം തോന്നുന്നു. ഉണ്ട്. അല്ല, ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ പോകുമ്പം ഇത് മുണ്ടൊക്കെ മാറ്റിയിട്ട് വേറെ പാൻസും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കും. നമുക്ക് വിദേശത്തേക്ക് തന്നെ പോകാം ഇപ്പം അല്ലേ? എങ്ങനെ, എന്തുവായിരുന്നു വേഷം? കോട്ട കിട്ടണോ പോയത്? പിന്നെ പാൻറ് കോട്ട് ഒക്കെ ആയിട്ടാണ് പോയത്. അതൊക്കെ അവിടെ ഈ റഷ്യയിൽ താമസിക്കുമ്പോൾ അവിടെ ജൂലൈയിലാണ് പോയത്. അവിടെ ഇങ്ങനെ തണുപ്പ്. കാര്യം ഇത് പോകുന്നതിന് മുമ്പ് ബേബി മാത്യു അല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്? അതെ 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 സംസാരിക്കുമ്പോൾ ഞാനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് രതീഷിൻ്റെ വളരെ കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ കാര്യം. അദ്ദേഹത്തിന് എന്നെ റഷ്യയിൽ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഫിലിമല്ല, എന്നെങ്കിലും നമുക്ക് ഒന്നിച്ച് റഷ്യയിൽ പോകാം, ദസ്തേവ്സ്കിയുടെ വീട്ടിൽ പോകാം. അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വളരെ വലിയ ഭാഗ്യമാണ്. ഞാനത് ഈ മനസ്സിലിങ്ങനെ ആലോചിച്ചാണ്. കാര്യം 65 പതിപ്പും 2.5 ലക്ഷം കോപ്പിയും വിറ്റതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ആ കഥാപാത്രത്തിന്റെ വീട്ടിലോട്ട് ചെന്ന് കയറി അപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ്? അപ്പം അല്ല, ഈ നോവൽ എഴുതുമ്പോൾ ഞാൻ റഷ്യ കണ്ടിട്ടില്ല, സെന്റ് പീറ്റേഴ്സ്ബർഗ് കണ്ടിട്ടില്ല, ദസ്തേവ്സ്കിയുടെ വീട് കണ്ടിട്ടില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അതൊക്കെ മുഴുവൻ ഭാവന ചെയ്തതാണ്. പക്ഷേ ഈ സോവിയറ്റ് സാഹിത്യം വായിച്ചിട്ട്, അല്ലെങ്കിൽ ദസ്തേവ്സ്കിയുടെ കഥകൾ വായിച്ചിട്ട് സെൻറ്റ് പീറ്റേഴ്സ്ബർഗും ആ തെരുവുകളും വീടുകളും നേവാ നദിയുടെ തീരങ്ങളും ഒക്കെ എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നു. അത് ഒടുവിൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ റഷ്യയിൽ പോകുന്നു. കഴിഞ്ഞ ജൂലൈയിൽ പോയിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ഈ ഫിക്ഷൻ ഇപ്പോൾ പെരുമ്പടവത്ത്
ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ ദസ്തേവ്സ്കിയെ വായിച്ച് ദസ്തേവ്സ്കിയെക്കുറിച്ച് നോവൽ എഴുതി. പിന്നീട് ആ ദസ്തേവ്സ്കിയുടെ നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന് കാണുന്നതാണ്. അപ്പോൾ ഈ ഡോക്യു ഫിക്ഷനിൽ ഞാനാണ് കഥാനായകൻ. അതെ. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമാകാൻ എനിക്കും ഭാഗ്യം കിട്ടി. ദസ്തേവ്സ്കിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു മഹാക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ആ പടിയിൽ ഞാൻ മുട്ടുകുത്തി. അയ്യോ, അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണത്. അതെൻ്റെ വീട്ടിൽ ഞാൻ മുട്ടുകുത്തുന്നുണ്ട്. ഈ നോവൽ എഴുതിക്കൊണ്ട് ഒരു ഘട്ടം വന്നപ്പോൾ അത് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ, തമലത്ത് എൻ്റെ വീട്ടിൽ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി എനിക്കിത് എഴുതി പൂർത്തിയാക്കാൻ പറ്റില്ല, അതിനുള്ള കഴിവെനിക്കില്ല. അപ്പോൾ എന്നിട്ട് എനിക്ക് അന്നേരം തോന്നിയ ഒരു ഹൃദയ ദൗർബല്യം എന്ന് തോന്നിയാൽ മതി. ഞാൻ എൻ്റെ എഴുത്തുമേശയ്ക്കരികിൽ മുട്ടുകുത്തിയെന്ന് ഞാൻ ദസ്തേവ്സ്കിയോട് പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിക്കണം, എനിക്കിത് തനിച്ച് എഴുതാനൊക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് ഞാൻ എൻ്റെ പരാജയം സമ്മതിച്ച് പോയി കിടന്നുറങ്ങി. ഉറങ്ങാൻ കിടന്നു ഇങ്ങനെ ഒരു മയക്കത്തിലേക്ക്, നീലയായ ഒരു ഉറക്കത്തിലേക്ക് ഞാനിങ്ങനെ താണു പോകുന്നത് പോലെ എനിക്കറിയാം. അപ്പോഴാണ് എനിക്ക് ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളയാൾ എന്ന് പറയുന്നൊരു വാക്യം തെളിഞ്ഞു കിട്ടുന്നത്. അപ്പോൾ ലൈറ്റൊന്നും വിടാതെ ആ ഇരുട്ടിൽ തന്നെ എഴുന്നേറ്റ് മേശപ്പുറത്ത് നിന്ന് ഞാൻ ആ കടലാസിൽ ഇത് എഴുതി വെച്ചു. പിന്നീട് അത് മറന്നുപോയാലോ എന്ന് ഓർത്ത്. ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരാൾ, ദസ്തേവ്സ്കിയെക്കുറിച്ചൊരു സങ്കല്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടും എഴുത്തിലുണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് എളുപ്പമായിരുന്നു എന്നുള്ളതല്ല, ഭാരമുള്ളൊരു സബ്ജക്റ്റാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കഴിവിനപ്പുറത്തുള്ള ഒന്നാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സന്ദർഭത്തിൽ ദസ്തേവ്സ്കിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തിയെന്ന് എന്നെ അനുഗ്രഹിക്കാൻ പറഞ്ഞു. ദസ്തേവ്സ്കിയുടെ വീട്ടിൽ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ എഴുത്തുമേശയ്ക്കരികിൽ പോയി ഞാൻ മുട്ടുകുത്തിയതെന്ന് എനിക്കപ്പോൾ തോന്നിയ എൻ്റെ ഒരു വികാരം എനിക്ക് അടക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. തൽക്കാലത്തേക്ക് ഇത് പറഞ്ഞു ഇപ്പോൾ ജീവചരിത്രം ഇവിടെ ഒന്നും പറയാൻ ഒക്കില്ലല്ലോ, അത് വേണ്ട. അത് കുഴപ്പമില്ല. ഒരു പാട്ട് പറയണം, ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ഏകാന്തപഥികൻ ഞാൻ എന്ന് പറയുന്ന ഉമ്മാച്ചുവിൽ ഉറൂബിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ നോവലുകളിൽ ഒന്ന്, ഭാസ്കരൻ മാസ്റ്ററുടെ അതിഗംഭീരമായ രചന. അത് ജയചന്ദ്രനാണ് പാടുന്നത്. ജയചന്ദ്രൻ്റെ പാട്ട് എന്താ സ്ഥിതി, എന്താ അനുഭവം അതിൻ്റെ. നമുക്ക് ആ പാട്ട് കേൾക്കാം. എന്തായാലും സ്മൃതി മുദ്രകളിൽ വന്ന് ഇത്രയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും നമ്മളോട് സംസാരിക്കുകയും ഒരുപക്ഷെ എന്നെ പോലും എന്താ പറയുക വികാരഭരിതനായി കളഞ്ഞു. ദസ്തേവ്സ്കിയുടെ ഫ്രണ്ടിൽ ചെന്ന് അദ്ദേഹം ഇരുന്ന കസേരയുടെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറയും. അത് വളരെ വളരെ ഒരു എന്താ പറയുക വല്ലാത്തൊരു അനുഭവം. എന്തായാലും എത്രയും അനുഭവങ്ങൾ. ഞാൻ പൊതുവിൽ ഒരു മൗനിയായ ആളാണ്, മിണ്ടാത്ത ആളാണ്. ഇപ്പോൾ അതെ, നന്ദു ഏതായാലും അതിനകത്ത് ഒരു സ്ഥലത്തെ തോറ്റുപോയുള്ളൂ, പ്രണയത്തിൽ മാത്രം. അത് ഞാൻ ഇനി ഒരു പ്രാവശ്യം ഇരുത്തുന്നുണ്ട്, അത് ഞാൻ സംസാരിക്കും. എന്തായാലും ഇന്ന് വന്നതിൽ വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം. എന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഉൾക്കൊള്ളിച്ചതിനും എന്നെ വിളിച്ചതിനും എന്നോട് കാണിച്ച സ്നേഹത്തിനും വാത്സല്യത്തിനും ഒക്കെ എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു. ഏകാന്തപഥികൻ ഞാൻ, ഏകാന്തപഥികൻ ഞാൻ, ഏതോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്തപഥികൻ ഞാൻ, ഏതോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്തപഥികൻ ഞാൻ. എവിടെ നിന്നെത്തി
എന്നറിവില്ല, ഏതാണ് ലക്ഷ്യമെന്നറിവില്ല, എവിടെ നിന്നെത്തി എന്നറിയില്ല, ഏതാണ് ലക്ഷ്യമെന്നറിവില്ല. മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ